ഹായ്. മന്തിന്റെ ബാക്കി എമൗണ്ട് പിന്നെ അത് ഡേറ്റ് ഒന്ന് പറയണം. അപ്പൊ ഇത് കഴിഞ്ഞ once again thank you so much. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? റെഡി? സോ ഇന്ന് ആക്ച്വലി നമ്മളോടൊപ്പം നമ്മുടെ മൂവിൻ്റെ ക്രൂ, ഓൺലൈൻ മീഡിയ ടീം ആൻഡ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഒത്തിരി ഗസ്റ്റ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ട് 2 സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ സർ, നമ്മുടെ MP ആൻഡ് ചാണ്ടി ഉമ്മൻ സർ, നമ്മുടെ MLA, 2 പേരും നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഒക്കേഷനിൽ ഈവനിങ്ങിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇവർ 2 പേരും ചേർന്നാണ് ഇന്നത്തെ നമ്മുടെ മിഡ്നൈറ്റ് ഇൻ മുള്ളൻകൊല്ലിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. റെഡിയാണോ? റെഡിയാണോ? യെസ്. അപ്പൊ നമുക്കൊരു റിപ്പോർട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് താഴോട്ട് വരൂ. കൗണ്ടറൊക്കെ വരുന്നുണ്ട്, വേഗം വിളിച്ചേക്കാം. ഓക്കെ, സോ 5, 4 ഓക്കെ ആണല്ലോ അല്ലേ? 3, 2, 1 and Hybrid Eden സാറിനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആർക്കൊന്നും തോന്നരുത്, ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ മലയാളികൾക്ക് അഖിലിനെ പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ്. ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കാണുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അത് മറ്റാരുമല്ല, അഖിലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത്, തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ, ഇടങ്ങളിൽ. അതാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത്. എനിക്കെപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ്. കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ, നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു. സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ്. ഇന്നലെ 3 മണിയായി രാവിലെ F1 ഫോർമുല കണ്ടിട്ട് F1 കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ 11:30 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ്നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി. എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ടീസർ വളരെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ ഐ എം വിഷിംഗ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും അഖിൽ ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ്. അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ചുവട് വയ്ക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഐ വിഷ് ഹിം ആൻഡ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലിനെ ഹൈബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയം ബിഗ് ബോസിലൂടെയാണ്. ഹൈബിയുടെ കൂട്ടാണ് ഞാനും കാണാറില്ല. ഞാനും അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ല. എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖിൽ വളരെയധികം വന്നു. തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഘം വന്നപ്പോഴും വന്നു. അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട്.
തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചറിന് നേരുകയാണ്. ട്രെയിലർ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. നല്ലൊരു ഫിലിമിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. വലിയൊരു സക്സസ്സായി മാറട്ടെ. അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ്സായി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ട്രെയിലർ കണ്ടിട്ട് സാധാരണഗതിയിൽ അഖിൽമാരാരും ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ്. അപ്പം അഖില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ്. വളരെയധികം സന്തോഷം. ഞാൻ ഒരു വർഷം കണ്ണൂർ പോയിക്കൊണ്ടിട്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ അഖിലും ഉണ്ടായിരുന്നു. അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു. അപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖില് അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫോർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന്. അപ്പം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും, അഭിനേതാക്കളായിക്കോട്ടെ, മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് അഭിലാഷ് ചേട്ടാ, പ്ലീസ് ജോയിൻ. നമസ്കാരം. അഖിലിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എല്ലാവരോടും അഖിലിനെ പറ്റി പൊക്കി പറയാനാണ് പോകുന്നറിയാം. പക്ഷേ അഖിലിനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവൻ്റെ വളർച്ച അടുത്തുനിന്ന് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ. കാരണം ഞാനും അഖിലും ഒക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ്, ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ചിരുന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അഖിൽ പറയുന്നൊരു കാര്യമുണ്ട്, അറിയാം നമ്മളൊരു സമയത്ത് ഒരു വേദിയിൽ മുന്നിൽ വന്നു നിന്ന് നമ്മൾ അഭിമാനത്തോടെ സംസാരിക്കും എന്ന്. എൻ്റെ ആദ്യ സിനിമ നടക്കുമ്പോഴേ അഖിൽ വിളിച്ച് പറഞ്ഞു, അറിയാം ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും. അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു, ബിഗ് ബോസിൽ പോയി. ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അഖിലോട് പറയുന്നത്, ഒന്നെങ്കിൽ നീ ആയിത്തറ വണ്ടി തന്നെ അടി ഉണ്ടാക്കി ഇറങ്ങി വരും, അല്ലെങ്കിൽ നീ കപ്പോട്ട് വരും. അങ്ങനെ കപ്പോട്ട് വന്നു. ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയമൊന്നുമില്ല, നാളെ രാജമൗലി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നതിന് വലിയ അതിശയമൊന്നും പറയാനില്ല. അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലും ഒക്കെ. അപ്പോൾ അത് ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പം നിന്റെ ദിവസമാണ്, നിന്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുന്ന രീതിയിൽ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ. ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ, അഭിനയിച്ച എല്ലാവർക്കും, ടെക്നീഷ്യൻസിനും ഒക്കെ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് രഞ്ജിൻ ചേട്ടാ ജോയിൻ ചെയ്യാമോ പ്ലീസ്? അഖിലെന്ന് ഇപ്പോൾ അഭി പറഞ്ഞ പോലെ ഞാനും അഭിയൊക്കെ ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ്. ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ്. അപ്പം ഞങ്ങൾ ബാക്കിലിരുന്ന് പറയായിരുന്നു, ഒരു അതിശയവുമില്ല അഖിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം എനിക്ക് ഏറ്റവും 2018-19 സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ എപ്പോൾ സംഭവിക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറം അഖിൽ സംഭവിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അത് ഈ അഭി പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ആ കിരീടം ചൂടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം അഖില് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ്. അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. പിന്നെ ഇന്നലെ ഒരു ഇന്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത് അഖിലിനെയാണ്. കാരണം ഈ രണ്ടുപേരുടെ DNA വേറെയാണെങ്കിലും രണ്ടുപേരുടെ രീതികൾ ഒന്നാണ്, രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ എത്തിപ്പെടുന്ന രീതി ഒന്നാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആളിയ. വിളിച്ചാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ആൻഡ് കപ്പിത്താനെയാണ് ഇനി വിളിക്കേണ്ടത്. ഒരുപാട് പ്രയത്നത്തിന്റെ ഒരു ഫലമാണ് നിങ്ങൾ കണ്ടത്. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം അഖിൽജി ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം. ഈ വർക്ക് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളർ ആഫാദൊക്കെ അടക്കം എല്ലാവരും ഓരോ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സിനിമ അതിന് പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ ഇല്ല, വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു. നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം എല്ലാവരോടും.
താങ്ക് യു. തന്നെ ഞാൻ ഐസായി നിൽക്കുക. കാരണം ഈ ഒരു രീതിയിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ മൂവി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തരണം തന്നെയാണ്. ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേരുടെ ഏറെ നാളത്തെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കഷ്ടപ്പാടിലൂടെ വന്ന ഒരു പ്രോഡക്റ്റാണ്. തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മീഡിയാസിനോട് ഞാൻ പറയുന്നത്, എന്നെ വിട്ട് കളഞ്ഞാലും അഖിൽമാരാറെ ആരും വിട്ട് കളഞ്ഞാൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വില്ലനാണോ എന്ന് സംശയം തോന്നിയ ഈ ഒരു ഇവന്റ് നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഇത് സക്സസ് ആക്കാൻ നമ്മൾ കൂടെ നിന്ന സ്പോൺസർ ടീമാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഡയറക്ടറിനെ മുമ്പ് വിളിച്ചിരുന്നെങ്കിലും ഞാൻ അന്ന് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ്. എന്നെ ഇങ്ങനെ പല പടങ്ങൾക്ക് മുമ്പ് പലരും സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാൻ അന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നീട് ആസാദൊക്കെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യണേ. അതെന്തോ ആസാദിക്കയിലൂടെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം, ഞാനത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടൊന്ന് അഭിനയിപ്പിച്ച ഒരാളാണ്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പിന്നീട് ഇന്ന് ഇപ്പോൾ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രൊസീജറും ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളൻകൊല്ലി. ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളൻകൊല്ലി. വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റുപോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ്. എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളൻകൊല്ലിയുടെ എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാര്യം ഇതിന് എത്രത്തോളം പൈസ ചിലവാക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. കാര്യം 100% സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ നിർമ്മാണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും, പ്രത്യേകിച്ച് ക്യാമറമാൻ എൽബനോട് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത്. പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ്. അപ്പം എൽബൻ എനിക്കൊരു പേര് കിട്ടും, സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം. ഒപ്പം അഭിനയിച്ചവർക്ക് എല്ലാവർക്കും 1000 നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ആയിരിക്കും. അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്വരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് മാത്രമാണ് കുറച്ച് പേർക്ക് എന്നുള്ള വിരോധം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണേണ്ട, എൻ്റെ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് വന്നവരാണ്. അവർക്ക് തീർത്ത നന്ദി അറിയിക്കുകയാണ്. തിരക്കിനിടയിൽ അവർ ഓടിയെത്തി. അതുകൊണ്ട് ഹൈബിചേട്ടനും ചന്ദ്രചേട്ടനും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരുപാട് പേരെ വിളിച്ചു, പക്ഷേ പലരും പലവിധ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും, പലരും പല ഷൂട്ടിലും മറ്റുമൊക്കെയാണ്. അപ്പം ഞാൻ വിളിച്ച് എന്നെ സ്നേഹം അറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട്, ഗുരു കാരണവന്മാരുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ലിസ്റ്റും ചേട്ടനും പ്രത്യേക നന്ദി. അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള, രഞ്ജൻ, ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സിനിമയിൽ എൻ്റെ ഭാഗമാണ്. കാരണം ഒരു 6-7 വർഷക്കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത്. അഭിലാഷ് തന്റെ സ്വപ്നങ്ങളുമായി, ഞാൻ അന്ന് 2018 എഴുതിയ ഒരു ഫേസ്ബുക്ക് റൈറ്റപ്സ് ഉണ്ട്, അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു. ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരവധി പ്രോജക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാർ ഒരു അത്ഭുതമാണ് രഞ്ജൻ. കാര്യം 1 വർഷം 2 വർഷം എടുത്താൽ പോലും അഭിലാഷ്, കാര്യം 2 വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കിടയിൽ 2 ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് 1000 സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 1000 സ്നേഹം. ബിഗ് ബോസിൽ എൻ്റെ ഒപ്പം മത്സരിച്ചവർ സെറീന, അതുപോലെ ശോഭ വന്നിട്ടുണ്ട്, ബിഗ് ബോസിലെ സീസൺ 5 മറ്റുള്ളവർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ജാൻമണി ഒക്കെ ഞാൻ കാണുന്ന എല്ലാവർക്കും, വിഷ്ണു അതുപോലെ CCF മെമ്പേഴ്സ്, പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ഷീജേട്ടൻ, ഇനി വിട്ടുപോയി, ഇനിയിപ്പോൾ ചീത്തോളി കേൾക്കണം എല്ലാവരും. ഇനി ആരെ പേര് ഞാൻ പറയുന്നില്ല, സച്ചിൻ ബേബി ഉൾപ്പെടെ, കേരള രഞ്ജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 1000 സ്നേഹം അറിയിക്കുകയാണ്. പേര് വിട്ടുപോയവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. സിനിമ പരമാവധി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അപ്പോൾ രതീഷ് ഉൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ പേരുള്ളവർക്ക് ഓക്കെ. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി, താങ്ക് യു. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് വിടുകയാണ്. അതിനുശേഷം നമ്മുടെ സിനിമയിലെ മറ്റുള്ളവരുടെ നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബ്രദറിനെ പോലെ ഉള്ള ഒരാളാണ് ആസാദ് കർണാടിക്കൽ, ഞങ്ങളുടെ നൗഷാദ്. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ച് വന്ന ഇവൻ്റാണ്. എനിക്ക് പറയാവുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ മുല്ലൻകൊല്ലി
മിഡ്നൈറ്റ് ഇൻ മുല്ലപ്പള്ളി നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം എനിക്കറിയാം ഓരോ സിനിമയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് അതിഗംഭീരമായി വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു മൂവിയിൽ അഭിനയിച്ചാണ് ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുക. ഇതൊരു സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അഖിൽമാരാ നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ സ്റ്റാർ ആണ്. സോ ദിസ് ഫസ്റ്റ് ഫിലിം സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവി എന്നൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, വിശ്വസിക്കുന്ന, ബഹുമാനിക്കുന്ന ആളാണ്. അതിലൊരാളാണ് ഞാൻ, അഖിൽമാരാ സർ. സോ വെരി ഹാപ്പി ഈ ഒരു ഇവൻറ്റിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഈ സിനിമ ഫസ്റ്റ് ഡേയിൽ ഞാൻ തിയേറ്ററിൽ പോയി കാണും, നിങ്ങളെല്ലാവരും വരണം. പിന്നെ അഖിൽമാരാർ കൂടാതെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഈ മൂവിയിലുണ്ട്. അതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നവാസ് പള്ളിക്കുന്നാണ്. എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫ്രണ്ടാണ്. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് പൂർണ്ണമായും കാണാൻ സാധിച്ചിട്ടില്ല സിനിമകളിൽ. ഇനി വരുന്ന സിനിമയിൽ അത് തീർച്ചയായിട്ടും കാണാൻ പറ്റും. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ഹിസ് പെർഫോമൻസസ്. താങ്ക് യു. Thank you so much. And now let's welcome Zarina ma'am, please. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇത്രയും അധികം ഗ്രാൻഡായിട്ട് നിങ്ങൾ എവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ആരോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരും. ആസാദിക്ക, ബാബു ജോൺസൺ, എൻ്റെ കോ ആക്ടേഴ്സ് അഖിലേട്ടൻ, അബി, അതുൽ, ലക്ഷ്മി, കൃഷ്ണപ്രിയ, ഓൾ ഓഫ് ദി എൻറ്റയർ ടീം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് മെൻഷൻഡ് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ അപ്പിയറൻസ് ആണ്. വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ്. ഒരു ത്രില്ലർ, ഒരു സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി വരുന്ന ഒരു ജോണറാണല്ലോ. അപ്പം അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ. ആസ് സെറ്റ് ഫ്രഷ് പ്രൊഡക്ഷൻ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് സൂൺ തിയേറ്റേഴ്സിൽ കൊണ്ടുവരാം. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ പ്രസൻസ് ഹിയർ. Thank you.